കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിൽ റിപ്പോർട്ട് നൽകി സാങ്കേതിക സർവകലാശാല വിഭാഗം അധ്യാപകരുടെയും പ്രതികളായ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തു. കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. സാങ്കേതിക സർവകലാശാല വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അനുജ, ഈ റെയ്ഡ് നടന്ന രണ്ടാം ദിവസമാണ് സാങ്കേതിക സർവകലാശാല വിഭാഗം ജോയിന്റ് ഡയറക്ടർ സിക്ടർ ഈ കോളേജിൽ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തത്. അധ്യാപകരുടെയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയത്. അതിൽ പ്രധാനമായും ഈ കോളേജ് ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്ഥലവും അതിലേക്ക് പുറത്തുനിന്ന ആളുകൾക്കുള്ള ആക്സസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെബ്രുവരി മാസത്തിൽ തന്നെ കോളേജ് അധികൃതർ ഈ ഹോസ്റ്റലിലും കോളേജിലുമായി നടക്കുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചൊരു വിശദമായ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി എന്നാണ് പറയുന്നത്. അതിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് എപ്പോഴും വേണമെങ്കിൽ കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഈ കഞ്ചാവ് ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് എന്നെല്ലാം ആ കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ആ കത്ത് ലഭിച്ച് 1.5 മാസത്തിന് ശേഷമാണ് പിന്നീട് ഈ പരിശോധനകളൊക്കെ ഉണ്ടാകുന്നത്. ഒപ്പം നിലവിൽ ഈ കോളേജിന്റെ ഒരു ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഈ നേരത്തെ കേസിൽ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തുടർ നടപടികളൊക്കെ സ്വീകരിക്കും എന്നുള്ളതാണ് കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്നൊരു വിവരവും കൂടി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് കോളേജ് ഇത്തരത്തിലൊരു പരാതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. പിന്നീട് പോലീസ് പരിശോധനയായി മാറുന്നു. അങ്ങനെ ഒരുപക്ഷെ ഒരു വിപണന കേന്ദ്രം എന്ന രീതിയിലേക്ക് കളമശ്ശേരി പോളിടെക്നിക് കോളേജ് മാറി എന്നുള്ളത് അവർക്കും വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പരിശോധന ഏറെ ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തലും കോളേജ് അധികൃതർക്കുണ്ട്. അവരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഭയം അത് മാറിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ആത്മവിശ്വാസം അവർ കാണിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഈ പരിശോധനയും ശേഷം നൽകിയിട്ടുള്ള റിപ്പോർട്ടും ഒക്കെ ഏറെക്കുറെ ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിലനിന്നിരുന്ന ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം. ക്രിസ്റ്റീന, കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിൽ സാങ്കേതിക സർവകലാശാല വിഭാഗം റിപ്പോർട്ട് നൽകി. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് 1.5 മാസം മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയെന്ന് കോളേജ് അധികൃതർ മൊഴി നൽകിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ചേർന്നത് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്.